അക്ഷരങ്ങൾ ഉണ്ടായത് സ്നേഹിക്കാനാണ്, സഹായിക്കാനാണ്, ചിന്തിക്കാനാണ്, വളരാനാണ്. ആക്ഷേപിക്കാനും തകർക്കാനും കൊല്ലാനും അല്ല അക്ഷരങ്ങൾ ഉണ്ടായത്. അതുകൊണ്ടാണ് ദൈവമേ കൈതൊഴാം കേൾക്കുമാറാവണം, നല്ല വാക്കോതുവാൻ ത്രാണിയുണ്ടാവണം. നല്ല വാക്കുകളാണ്. അതുകൊണ്ട് സ്മൈൽ, പുഞ്ചിരിക്കുക. ഓ ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറക്കുക. അടച്ചുവെച്ച ഹൃദയത്തിൽ 1000 തവണ ആത്മോപദേശ ശതകം കേട്ടിട്ടെന്ത് കാര്യം? കമിഴ്ത്തി വെച്ച പാത്രത്തിൽ 1000 പാത്രം പാലൊഴിച്ചിട്ടെന്ത് കാര്യം? ഹൃദയം തുറക്കുക. ഹൃദയം തുറക്കാത്തവരുടെ ഹൃദയം ബൈപ്പാസിലൂടെ മെഡിക്കൽ കോളേജിൽ നിന്ന് തുറക്കേണ്ടി വരും. അച്ഛനും അമ്മയും ഹൃദയം തുറക്കണം, മക്കളപ്പോ ഹൃദയം തുറക്കും. അപ്പോ അച്ഛനും അമ്മയുടെയും ചങ്കിൽ അവർക്ക് ഇടം കിട്ടുമ്പോഴാണ് അവരുടെ ചങ്കിൽ നിങ്ങൾക്ക് ഇടം കിട്ടുന്നത്. നിങ്ങൾ എല്ലാ അച്ഛൻ്റെ അമ്മേന്റെയും ചങ്കിൽ മക്കൾ ഉണ്ടാവും, തർക്കമില്ല. പക്ഷെ അത് മക്കളെ കാട്ടിക്കൊടുക്കണ്ടേ? മക്കളെ കാട്ടിക്കൊടുക്കണ്ടേ? ഒന്നും പറയാതെ, ഒരു സ്നേഹവാക്ക് പോലും പറയാതെ മക്കള് വലുതാവുമ്പോഴേക്ക് അധ്വാനിക്കുന്നു, സമ്പാദിക്കുന്നു, ഒരു വാക്ക് പോലും നല്ലത് പറയുന്നില്ലെങ്കിൽ എന്ത് കാര്യം? അതുകൊണ്ട് ഓപ്പൺ ഹേർട്ട്, ഹൃദയം തുറന്ന് വർത്തമാനം പറയൂ. വീട്ടിൽ വട്ടത്തിലിരിക്കൂ, മൊബൈൽ ഫോണും ടിവിയും പൂട്ടു. എന്നിട്ട് കണ്ണിൽ നോക്കി വർത്തമാനം പറയും. ടി വി കാണുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒറ്റൊരു പണിയേ ഉള്ളൂ, എന്താ? ഭക്ഷണം കഴിക്കില്ല. എന്നാ റേഡിയോന്റെ പ്രത്യേകത, റേഡിയോ, ഞാൻ താമസിച്ച സതീഷ് സാറിന്റെ വീട്ടിൽ എപ്പോഴും റേഡിയോ, BBC റേഡിയോ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കും. അദ്ദേഹം എനിക്ക് ഇന്നലെ ഒരു റേഡിയോ വാങ്ങി തന്നു. റേഡിയോന്റെ പ്രത്യേകത, നമ്മളെ ഒന്നും തന്നെ, നമ്മുടെ ശരീരത്തിന്റെ സാന്നിധ്യം വേണ്ട, നമുക്ക് എന്ത് ജോലിയും ചെയ്യാം. പക്ഷെ അതിന് ചെറിയ കാശേ ഉള്ളൂ. പക്ഷെ അത് ചെലവഴിക്കാതെ 50,000-ന്റെ TV വാങ്ങും, 1000 രൂപയുടെ റേഡിയോ വാങ്ങില്ല. ആ റേഡിയോ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, ആകാശവാണി, നിങ്ങൾ രാവിലെ 5:45 അത് തുറക്കുന്ന ശബ്ദം കേൾക്കൂ. എന്നിട്ട് ഒരു കീർത്തനം കേൾക്കൂ. കൗസല്യ സുപ്രജാ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ. കൗസല്യയുടെ നല്ല മകനെ രാമ, കിഴക്ക് ഭാഗത്ത് പ്രഭാത സന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. വിശ്വാമിത്രൻ രാമനെ ഇങ്ങനെ വിളിച്ചത് കൊണ്ടാണ് അഭിഷേകം മുടങ്ങിയ കാര്യം അറിഞ്ഞിട്ട് കത്തിജ്വലിച്ച് കോപം കൊണ്ടിരിക്കുന്ന ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ചത് രാമനാണ്. അതാണ് രാമായണത്തിൽ ഏറ്റവും അന്തസ്സത്തുള്ള ഭാഗം. ഏത്? ലക്ഷ്മണ സാന്ത്വനം. എന്തുകൊണ്ട്? രാവിലത്തെ ആ ശബ്ദം കേട്ടിട്ട്. TV കാണുമ്പോ തിന്നൽ മാത്രമേ നടക്കൂ. കുഞ്ഞുണ്ണി മാഷ് അതിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടം, വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റുന്നു മിക്കപ്പോഴും. വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടല്ലേ? ചോറ് കൊണ്ടുക്കുമ്പോ രാത്രിയിൽ പെട്ടെന്ന് കരണ്ട് പോയി, ആരെങ്കിലും വായ കാണാഞ്ഞിട്ട് ചോറ് വാരി ചെവി കൊണ്ടാച്ചിട്ടില്ല, കാണാപ്പാടാ. അപ്പൊ അതങ്ങ് നടക്കും. അപ്പൊ TV കണ്ടുകൊണ്ട് ഇതങ്ങ് നടക്കും. അതിന്റെ ഇടയിൽ ഭക്ഷണത്തിൽ കൂറ വീണെങ്കിൽ അത് മുളകാണെന്ന് വിചാരിച്ചു അതിൽ ചാലിച്ചു.